ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് പോകുന്നു. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. ഇതിൽ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കാനുണ്ട്. പിന്നെ നമ്മൾ ഗീവ് അവേ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. എന്താ ഗിഫ്റ്റ് എന്നും എത്ര എമൗണ്ട് എന്നും എല്ലാം. ഇന്ന് ഇപ്പോൾ സമയം 8:30 മണിയാണ്. ഇന്ന് ഉറങ്ങി എണീക്കാനും കുറച്ച് ലേറ്റായി. ഇന്ന് സ്കൂളില്ലേനു. അതുകൊണ്ട് ജിമ്മിലോട്ടൊന്നും പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല, ഇക്കയും പോയിട്ടില്ല. സ്കൂളില്ലാത്ത ദിവസം ചില സമയത്ത് നമ്മൾ പോകലുണ്ട്. ഇവർ ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ ഇവരെയും കൂട്ടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇന്ന് എന്തായാലും നമ്മൾ പോകുന്നില്ല എന്ന് വിചാരിച്ചു. നമുക്കും ചെറിയ മടിയുണ്ടേനു. അതുകൊണ്ട് ഞാൻ ഒരു 8:30 മണിയെല്ലാം ആകുമ്പോഴാണ് ഫ്രഷെല്ലായിട്ട് വന്നിന്. പിന്നെ ഇന്ന് നമുക്ക് വൈകുന്നേരം ഇല്ല, ഇന്ന് സ്കൂളില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആനുവൽ ഡേ ഉണ്ട്. വൈകുന്നേരം പോകേണ്ട, ഒരു 3:30 മണിയെല്ലാം ആകുമ്പോൾ പോകണം. അതുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് പണികളെല്ലാം ചെയ്ത് തീർത്ത് വെക്കാനുണ്ടേന്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ എന്നോട് 2-3 ആൾ ചോദിച്ചിട്ടുണ്ടേനു, ഈ മണി പ്ലാന്റ് എങ്ങനെയാണ് പെട്ടെന്ന് ഉഷാറാവാൻ, എങ്ങനെയാണ് വേഗം വലുതായെന്നെല്ലാം. അതില്ലേ എനിക്ക് ഭയങ്കര, ഞാൻ ഇടുന്ന എന്ത് ചെടി വാങ്ങിയാലും ഉണങ്ങിപ്പോലുണ്ട് എന്ന് പറയില്ലേ. പക്ഷേങ്കിൽ മണി പ്ലാന്റ് ചിലത് വേഗം ഉഷാറാവേ. നാട്ടിലെ പോലെയൊന്നുമല്ല. ഇവിടെ ചൂട് വരുമ്പോൾ മിക്കവാറും എങ്ങനെ വെച്ചാലും ഉള്ളിൽ വെച്ചാലും എല്ലാം ചിലതെല്ലാം ഉണങ്ങിപ്പോവും. പിന്നെ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് എങ്ങനെയാണ് തോന്നലെന്നറിയാം, ഇത് കുറച്ച് സമയം വെയിൽ കൊള്ളിക്കണം എന്ന് പറയില്ലേ, അങ്ങനെ കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ ചിലപ്പോൾ കരിഞ്ഞു പോകും. അങ്ങനെ അല്ലാണ്ട് കുറച്ച് സൺലൈറ്റ് അടിക്കുന്ന ജനലിൻ്റെ അടുത്തോട്ട്, ഉള്ളിൽ തന്നെ ജനലിൻ്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഗം വളരുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ. കുറച്ച് ജനലിൻ്റെ അടുത്തല്ല, സൺലൈറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് വെച്ചതെങ്കിൽ ആ വേഗമൊന്നും വലുതായി വരില്ല. ഇങ്ങനെ സൺലൈറ്റ് അടിക്കുന്ന ഏരിയയിൽ വെച്ചത് വേഗം വലുതാവുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. അതാണ് ഈ ഒരു ചെടി വലുതായെന്ന് തോന്നുന്നത്. എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെപ്പറ്റി, അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. പിന്നെ ഇന്നില്ലേ ഒരു 3:30 മണിയാകുമ്പം പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ സ്കൂളിലേക്ക്. അതുകൊണ്ട് ഇന്നുവിൻ്റെയും ആലുവിൻ്റെയും ഡാൻസിനുള്ള കോസ്റ്റ്യൂം വന്നിട്ടാണ് ഉള്ള. പിന്നെ ഇപ്പം അയണാക്കുന്ന എൻ്റെയാണ്. പിന്നെ ഇല്ലേ ഞാൻ ഏത് വ്ളോഗ് ഇട്ടാലും, ഇപ്പം ഞാൻ വ്ളോഗെല്ലാം ഇടൽ കുറവാണ്, എന്നാലും ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ചെങ്കിലും കമൻസ് ഉണ്ടാവും, നിങ്ങൾ ഹോം ടൂർ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഈ റൂമിലേക്ക് മാറിയിട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് ഈ റൂം ഇനിയൊന്ന് എന്താ പറയുക, ഇവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂം മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ബെഡ്റൂമിൽ ബെഡൊന്നും വാങ്ങിയിട്ടില്ലേനു. പക്ഷേ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് സെറ്റാക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തേട്ടാ. പിന്നെ ഇല്ലേ ഞാൻ കഴിഞ്ഞ 1-2 വ്ളോഗിൽ ഇങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയൊരു സംഭവമായിരുന്നു. ഈ ഒരു സാധനം ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. സാധാരണ നമ്മൾ പെർഫ്യൂമെല്ലാം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകല്ലേ ചെയ്യുക. അതിന് മെയിൻ കാരണമില്ലേ, നമ്മൾ ഗൾഫിൽ നിന്നെല്ലാം വാങ്ങുന്ന പെർഫ്യൂമെല്ലാം ലോങ് ലാസ്റ്റ് ചെയ്യും. ചില ബ്രാൻഡെല്ലാം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഭയങ്കര അടിപൊളി സ്മെല്ലായിരിക്കും. അപ്പോൾ അതേപോലെ നാട്ടിലെ ക്ലൈമറ്റിലും 8 ഹവേഴ്സോളം 8 മണിക്കൂറോളം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂം വന്നിട്ട് 2 ടൈപ്പ് ഉണ്ട്. എക്സെൻസ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇത് എടുത്ത് വാങ്ങണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല സ്മെല്ലുള്ള പെർഫ്യൂമിനെല്ലാം ഭയങ്കര റേറ്റ് കൊടുക്കേണ്ടി വരില്ലേ. പക്ഷെങ്കിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള 2 പെർഫ്യൂമാണ് ഇത്. എക്സെൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മിഡ് നൈറ്റും പിന്നെ പേർഷ്യൻ ടെയിലും. അപ്പോൾ ഇത് രണ്ടും 2 ടൈപ്പ് സ്മെല്ലാണ്. ഈ പേർഷ്യൻ ടെയിൽ മൈൽഡായിട്ടൊരു ഊതിൻ്റെ പോലത്തെ, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഇത് രണ്ടും യൂണിസെക്സ് ആണ്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും യൂസ് ചെയ്യാം. എനിക്ക് രണ്ടും നല്ലോണം ഇഷ്ടമായിന്. പക്ഷേങ്കിൽ ഒന്നും കൂടി കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമായിന് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഫ്രേഗ്രൻസ് ആണ്. പിന്നെ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ 2 ആഴ്ചയായി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 8 ഹവേഴ്സിലും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇന്ത്യൻ ക്ലൈമറ്റിൽ 8 ഹവേഴ്സ് തന്നെ ലാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു എമൗണ്ടിന് അടിപൊളിയാണ്. ശരിക്കും വേർത്ത് തന്നെ. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും വാങ്ങി നോക്കിക്കോ. ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതല്ല ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിലും, പിന്നെ ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇൻസ്റ്റയിൽ ഉണ്ടാവും. അപ്പോൾ ഇവരെ ഇൻസ്റ്റാ പേജിൽ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. വെബ്സൈറ്റ് ത്രൂ വേണമെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാം. അതല്ല വാട്സാപ്പിൽ ത്രൂ ആണെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം കേട്ടോ. പിന്നെ ഇവർക്ക് എടപ്പഴശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഔട്ട്ലെറ്റ് ഉണ്ട്. വേണമെങ്കിൽ അവിടെ പോയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. കണ്ണൂർ എടപ്പഴശ്ശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് അത്രയും ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും അത്രയും അടിപൊളി ഫ്രേഗ്രൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹൈപ്പിൽ പറഞ്ഞ്. ഇതങ്ങനെ ഓവർ ഹൈപ്പ് കൊടുത്തതല്ല, അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ച്. ഇന്ന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. മസാല
മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാവെല്ലാം മുന്നേ ഉണ്ടാക്കി വെച്ച് തന്നേനു. ഇന്നലെ യൂസാക്കിയതിൻ്റെ ബാക്കിയേനു. ഇന്നലെ ഇഡ്ഡലിയേനു ഉണ്ടാക്കിന്. അതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് മസാല ദോശയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്ന്, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂട്ടി ഒന്ന് വാട്ടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേനെ. ഉരുളക്കിഴങ്ങിൽ ഞാൻ ഉപ്പിട്ടിട്ടാട്ടോ പുഴുങ്ങിയ. അതുകൊണ്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രമേ നോക്കിയിട്ടിടൂ. ഇതിങ്ങനെ ഉടച്ച് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടാണ്. ഞാനിപ്പോൾ മഞ്ഞൾ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചിലർ ഗരം മസാല ഇടും. എനിക്ക് ഗരം മസാലയിൽ ഇട്ട ടേസ്റ്റ് എന്തോ മാറുന്ന പോലെയാണ്. പിന്നെ കുറച്ച് കായം വേണമെങ്കിൽ ഇടാം. അതെല്ലാം നമ്മൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഉള്ളി വാട്ടുമ്പം തന്നെ ക്യാരറ്റ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇടാം. പിന്നെ ബീട്രൂട്ട് ഇടാൻ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അതെല്ലാം കുറച്ച് മാറ്റമെല്ലാം നമുക്ക് ഇഷ്ടം പോലെ വരുത്താം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങിട്ട് മിക്സ് ആക്കാൻ. എന്നാൽ കുറച്ചും കൂടി കുഴഞ്ഞ പോലെ മസാല കിട്ടും. അതാ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഉപ്പ് ഓക്കെ ആയതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. മസാല റെഡിയായി. ഇനിയില്ലേ മസാല ദോശയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചട്നി കാണിച്ചു തരാം. ചുവന്ന ചട്നിയും എല്ലാം എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം ചുവന്ന മുളകില്ലേ, ഉണക്ക മുളകില്ലേ, അത് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തിട്ടെടുക്കും, ഒന്ന് പൊരിച്ചെടുക്കും. പിന്നെ തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് എന്താ പറയുക മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളെല്ലാം കൂടി കുറച്ച് വെള്ളം കൂട്ടി അരച്ചിട്ട് എടുക്കും. അത്രയേ ഉള്ളൂ. ഇനി ഇതിലോട്ടേക്ക് കടുക്, ചുവന്ന മുളക്, കറിവേപ്പില ഇത് മൂന്നും കൂടി വറുത്തൊഴിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കിഷ്ടം. ചിലർ പുളി ഇടും. എനിക്ക് പുളിൻ്റെ ടേസ്റ്റ് ആ ചുവന്ന ചമ്മന്തിയിൽ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പച്ച ചട്നി ആണെങ്കിൽ തേങ്ങ, മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ തൈര്, ഉപ്പ്, ചെറിയൊരു പീസ് ചെറിയ ഉള്ളി, പിന്നെ എന്താ പറയുക വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും ഐറ്റംസ്. പിന്നെ തൈര് നാട്ടിലുള്ള പുളിയുള്ള തൈരില്ലേ, അതാണ് ഒന്നും കൂടി ഈ ചമ്മന്തിക്ക് ഈ ചട്നിക്ക് നല്ല. പക്ഷേ ഇവിടുത്തെ കട്ടത്തൈര് ഉണ്ടാക്കിയാൽ നാട്ടിൽ നിന്ന് ആക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടലില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്താ പറയുക ഒപ്പിക്കാം. ആ ടേസ്റ്റ് എനിക്ക് നാട്ടിൽ അത്ര ഇഷ്ടപ്പെടലില്ല. അപ്പോൾ ഇങ്ങനെയാണ് പച്ച ചമ്മന്തി ഉണ്ടാക്കൽ. പച്ച ചമ്മന്തിയിൽ കുറച്ച് പുളിപ്പ് ഉണ്ടാവും തൈരിൻ്റെ. മറ്റേത് റെഡ് കളറ് സ്പൈസി ആയിരിക്കും കേട്ടോ, പുളി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇല്ലേ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇന്ന് രാവിലെയല്ല, ഞാനിപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇൻസ്റ്റയിലോട്ടും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടേനെ. ഈ ഒരു പാനില്ലേ, ഞാനിപ്പോൾ ദോശ ചുടുന്ന പാനില്ലേ, അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലിങ്ക് കൊടുക്കാനെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കൂലേ, അങ്ങനെ ഇത് ഞാൻ ട്രെൻഡ്യോളിൽ നിന്ന് വാങ്ങിയതേനു. അതുകൊണ്ട് ഇതിൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദോശ ഇന്ന് രാവിലെ തന്നെ ദോശ ആക്കണം, നമുക്ക് ഇന്ന് തന്നെ ഇൻസ്റ്റയിലേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനിത് പ്ലാൻ ചെയ്തത്. ഞാൻ സെയിം ടൈം ആ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക അടിപൊളി പാനാണ് ഇത്. ഇതിൻ്റെ ലിങ്കെല്ലാം വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ട്രെൻഡ്യോളിൽ ഇപ്പം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെ 7 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ എന്താ പറയുക ഗീവ് അവേ ഇല്ലേ, അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇൻഷാല്ല ഞാൻ 25,000 25,000 രൂപയാണ് ഞാൻ ഗിഫ്റ്റായിട്ട് തരാമെന്ന് വിചാരിക്കുന്നത്. അത് എത്ര ആക്കാമെന്നുള്ള ഡീറ്റെയിൽസ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ദോശയില്ലേ, അത് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും കൊണ്ട് ഞാൻ തിന്നിട്ടാ. പിന്നെ ഇക്കാക്ക് വേണ്ടിയിട്ട് 2 മസാല ദോശ വേറെ ഉണ്ടാക്കി. ഞാൻ ആ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചൂടോടെ പിന്നെ ജസ്റ്റ് ഒരു ബൈറ്റ് വീഡിയോക്ക് വേണ്ടി തിന്നാന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്ത് നിന്നേനു. ബാക്കി ഞാൻ മൊത്തത്തിൽ അപ്പടന്ന് തിന്ന്. ഇക്ക കുളിച്ച് ഫ്രഷായി വരുന്നതിനുള്ളൂ സമയം. പിന്നെ ഇക്കാക്കും പോകാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിനേനു. അതുകൊണ്ട് തിരക്കിൽ വേഗം തിന്നിട്ട് പോകലാന്നേ. പിന്നെ
അപ്പോൾ ഇക്ക ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ഇതാ കുറച്ച് സമയം കഴിഞ്ഞേരം ഇന്നും ആലും എണീച്ചിട്ടുണ്ട്. എണീച്ച് വന്നാൽ ചായ കുടിച്ചാലും കുറച്ച് ഉറക്കിൽ അങ്ങനെ തന്നെ കുറച്ച് സമയം അടക്കം കിടക്കും കേട്ടോ, ടി വി എല്ലാം കണ്ടിട്ട്. പിന്നെ ഇല്ലേ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങളും ഈ കമൻറ്റ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവേ. ഇതൊരു നെഗറ്റീവ് കമൻ്റ് ആയിട്ടൊന്നും ഞാൻ കൂട്ടുന്നില്ല, പക്ഷേ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും. നിങ്ങളെ മക്കൾക്ക് ശരിക്കും ഏത് ട്യൂഷനാണ് കൊടുക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ 2-3 ട്യൂഷൻ സെൻറ്റേഴ്സിനെ പറ്റി പറയലുണ്ടല്ലോ, അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വ്ളോഗിൽ പറയുന്ന ട്യൂഷൻ ആൽബിഡോ അല്ലേ. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിനാ? എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഒരു ഫോളോവർ ആൽബിഡോയിൽ ജോയിൻ ചെയ്തിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത് നിങ്ങൾക്ക് ഞാൻ ഈ ആൽബിഡോനെ പറ്റി നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അപ്പോൾ അത്രയും വാങ്ങുന്ന ഫീസിന് അത്രയും ക്വാളിറ്റി ക്ലാസ്സസ് കൊടുക്കുന്നുണ്ടായിരിക്കില്ല ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത്. അത്രയും ധൈര്യത്തിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. പിന്നെ ഇല്ലേ ആൽബിഡോൻ്റെ മെയിൻ ഹൈലൈറ്റ് ഫ്രീ ആയിട്ടാണ് നിങ്ങളെ കുട്ടികളെ അസസ് ചെയ്യുക. നിങ്ങൾക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്റ്റ് ചെയ്താൽ ഒരു ഫ്രീ അസസ്മെൻറ്റ് നിങ്ങളെ കുട്ടികൾക്ക് അവർ ചെയ്യും. നിങ്ങളെ കുട്ടികൾ എവിടെയാണ് ഗ്യാപ്പുള്ള, ലേണിംഗ് ഗ്യാപ്പ് മനസ്സിലാക്കും, എന്തിലാണ് പുറകോട്ടുള്ളത്, എന്താണ് വീക്ക്നെസ് എന്നെല്ലാം മനസ്സിലാക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോഡ് പറഞ്ഞു കൊടുത്താൽ അവർ എക്സ്ട്രാ നിങ്ങൾക്ക് ഫീസിൽ ഡിസ്കൗണ്ടും തരും. എന്താ പറയുക, ഈ ഫ്രീ ആയിട്ടുള്ള അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ കരിയർ വൈസും പേഴ്സണാലിറ്റി വൈസും ഇമ്പ്രൂവ് ചെയ്യാനുള്ള, കുട്ടികളെ ലേണിംഗ് ഗ്യാപ്പ് മനസ്സിലാക്കി അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഓരോരോ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുക. ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും മെൻറ്റേഴ്സുമാണ് ഉണ്ടാവുക. അക്കാദമിക്കലി കുട്ടികളെ ടോപ്പർ ആക്കാനുള്ള ക്ലാസ്സസാണ് ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുക. അക്കാദമിക്സിന് പുറമെ ആൽബിഡോ സ്കൂളിംഗ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അത് ആൽബിഡോ കൊടുക്കും. അതിന് പുറമെ ആൽബിഡോ സ്കൂളിംഗ്, ആൽബിഡോ ഫൗണ്ടേഷൻ കോഴ്സ്, ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാത്ത കുട്ടികൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സ്, A+ ക്യാമ്പസ്, ലാംഗ്വേജ് കോഴ്സസ്, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. കുട്ടികൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. ആൽബിഡോ കുട്ടികൾക്ക് വേണ്ടി ഓരോ മാസവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്പർ സ്ക്രീനിലുണ്ട്, ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു, ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ വേറെന്താ, ഇനിയിപ്പോൾ ഞാനില്ലേ നിങ്ങൾക്ക് ഒരു സംഭവം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റാണ്. ഇത് ഞാൻ നമ്മളെ ഒരു റിലേറ്റീവിൻ്റെ ബേബി ഷവർ ഉണ്ടായിരുന്നു. അന്നേരം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ള പ്ലാനിന്. അന്നേരം ഞാൻ വിചാരിച്ച എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടാകും. ചിലർ സ്പൈസി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, നമ്മളിവിടെയുള്ള ഫാമിലി മൊത്തം. അപ്പോൾ നമ്മളൊരു 5-6 ആളുണ്ട്. അപ്പം ഞാൻ സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്, ഈ സ്വീറ്റ് ഞാനൊരു ദിവസം ഒരു ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടാന്ന്. അന്നേരം ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ സ്വീറ്റൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല ആർക്കും, ഞാനും അങ്ങനെ സ്വീറ്റ് തിന്നലില്ല, അത്യാവശ്യം മാത്രം അങ്ങനെ കഴിക്കലുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പരിപാടി വരുമ്പോൾ അല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അന്നേരം ഞാൻ ഈ പരിപാടി അന്നേരം ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതില്ലേ ബാക്ലാവ ഇല്ലേ നമ്മളെ, അതെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും വെക്കാത്ത വേറൊരു ടൈപ്പ് ഓഫ് ബാക്ലാവയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രിംഗ് റോൾ ഷീറ്റില്ലേ അതാണ് വേണ്ട. ഒരു ഷീറ്റ് മതി, കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാൻ പറ്റുമേ. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ സിഗ്സാഗ് ആയിട്ട് മടക്കൂലേ, അപ്പുറം ഇപ്പുറം ഇങ്ങനെ ആക്കിയിട്ട് മടക്കിയിട്ട് അങ്ങനെ പിന്നെയും മടക്കി ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കുക. നല്ല സിമ്പിളായി ഉണ്ടാക്കാൻ, പക്ഷെ ഭയങ്കര രസം ഇത് ഉണ്ടാക്കിയിട്ട് കാണാനല്ലേ. സിമ്പിളാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആക്കിയെടുക്കേണ്ട ആ ഒരു ടൈമാ നമുക്ക് വേണ്ടു. പക്ഷേ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇത് കുറേ ടൈം എടുക്കുന്നത്. പിന്നെ ഇല്ലേ നമ്മൾ 1-2 ചെയ്താൽ അതെങ്ങനെയാണ് ഈ ഷേപ്പ് ഇങ്ങനെ സിഗ്സാക്ക് ആ മോഡലിൽ ആക്കിയെടുക്കുക എന്നുള്ള സിമ്പിൾ വേ നമുക്ക് മനസ്സിലാവും വേഗം. ഞാൻ ആദ്യം ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേനു ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള. പിന്നെ രണ്ടാമതാക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ട് ആകുമ്പോൾ കുറച്ചും കൂടി വേഗം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടാ, അങ്ങനെ ആകുമ്പോൾ വേഗം ഷേപ്പാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല സ്പീഡായിന്, നമുക്ക് വേഗം ചെയ്യാൻ പറ്റൂട്ടാ. വേറെ പ്രത്യേകിച്ച് ഇനി പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇനി ഞാൻ ഗീവ് അവേൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇപ്രാവശ്യം നമ്മൾ 25,000 രൂപയാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ 7 lakh സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ വകയാണ്. എൻ്റെ ചാനൽ ആദ്യമേ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഓരോ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മൾ ഗീവ് അവേ വെച്ച 6 lakh ആയിരുന്നു, ഇപ്പോൾ 7 lakhൻ്റെ ആണ് കേട്ടോ. 5 വിന്നേഴ്സ് ഉണ്ടാവുക, ഒരു വിന്നറിന് 5,000 രൂപ. അപ്പോൾ
25,000 രൂപ 5 ആൾക്ക്. അപ്പോൾ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഒരു കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ ആ കമൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഗിവ് അവേ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കും. ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, വീഡിയോൻ്റെ ക്യാപ്ഷൻ ഉണ്ടാവില്ലേ, അവിടെ ടച്ച് ചെയ്താൽ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകും. ഞാനിത് പറയാൻ കാരണം കുറച്ച് പ്രായമായവരെല്ലാം എൻ്റെ വീഡിയോ കാണലുണ്ട്. എന്നോട് ചോദിക്കുക എങ്ങനെയാണ് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു 10 ലിങ്ക് കൊടുക്കും. 10 ലിങ്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്ത പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇട്ട ഡ്രസ്സിൻ്റെയോ അങ്ങനെ എന്തിൻ്റെങ്കിലും ലിങ്ക് ആയിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട ഏതിൻ്റെ ലിങ്കാണെന്നുള്ള. അപ്പോൾ ഈ 10 ലിങ്കും നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കമൻറ്റ് ഇടാവൂ. ഓപ്പൺഡ് എന്നുള്ള കമൻറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചെയ്തു എന്നിട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു തംസപ്പ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഇട്ടാൽ മതി. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം. പക്ഷേ കമൻറ്റ് ഇടുന്നതിന് മുന്നേ ഈ 10 ലിങ്കും നിങ്ങൾ ഓപ്പൺ ചെയ്യണം. പിന്നെ നിങ്ങൾ ട്രെൻഡ്യോൾ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ, ട്രെൻഡ്യോൾ ആപ്ലിക്കേഷൻ ഇല്ലേ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രി കൊടുത്താൽ മതി. എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യ എന്നുണ്ടാവില്ല ആ ട്രെൻഡ്യോൾ ആപ്ലിക്കേഷനിൽ. കൺട്രി ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രി ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒമാനോ UAE ഖത്തറോ ഏതെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ ആപ്ലിക്കേഷൻ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് എന്താ പറയുക, ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. വേറൊന്നും വേണ്ട, വേറൊന്നും ഡീറ്റെയിൽ ഒന്നും ചോദിക്കില്ല. പിന്നെ ഈ ലിങ്കിൽ വന്നിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ വന്നിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഈ 10 ലിങ്കും ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ കമൻറ്റ് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ കമൻറ്റിൽ നിന്നായിരിക്കും ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ എലിജിബിൾ ആവില്ല. ലൈക്ക് എന്താ പറയുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊരു ട്രെൻഡ്യോൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു കൺട്രി വെറുതെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് ഓപ്പൺ ചെയ്യുക. 10 ലിങ്കും ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര കമൻറ്റും ഇടാം കേട്ടോ. 1 2 കമൻറ്റെല്ലാം ഇടാം, കുറേയൊന്നും ഇടണ്ട. അപ്പം ഞാൻ അടുത്ത വ്ളോഗിൽ ആരാന്ന് വിന്നർ എന്നുള്ളത് പറയൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കില്ലേ വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്നും കൂടി കൂട്ടി 4ാമത്തെ ദിവസമാണ് അടുത്ത വ്ളോഗ് ഇടുക. അതിലാണ് ഞാൻ വിന്നറിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഈ 4 ദിവസവും ഓരോ വിന്നറിനെ സെലക്ട് ചെയ്യും. അപ്പോൾ 5ാമത്തെ വിന്നർ ഇടുന്നല്ല, 5ാമത്തെ വിന്നർ ഞാൻ മുന്നേ പ്രോമിസ് ചെയ്ത പോലെ ഏറ്റവും ടോപ്പ് കമൻറ്റേഴ്സിൽ നിന്നുമാണ് ഞാനൊരു വിന്നറിനെ സെലക്ട് ചെയ്യാം. ബാക്കി 4 വിന്നേഴ്സിനെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നും ആ 10 എന്താ പറയുക 10 ലിങ്കും ഓപ്പൺ ചെയ്തിട്ട് ഇന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നാളെയും 10 ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇടുക, നാളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓരോ ദിവസം ഓരോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് 4 ദിവസവും 10 ലിങ്കും ഓപ്പൺ ചെയ്തിട്ട് ഡണ്ണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ട് 4 ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് 4 ദിവസവും ചാൻസ് ഉണ്ടാവും വിന്നർ ആവാനുള്ള. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം ഓപ്പൺ ചെയ്യുക. 4 ദിവസം ആകുമ്പോൾ കുറച്ചും കൂടി ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ 10 ലിങ്ക് ഓപ്പൺ ചെയ്യാൻ ആകെ ഒരു മിനിറ്റ് 1 2 മിനിറ്റ് ടൈമല്ലേ എടുക്കൂ. ജസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷനിലോട്ട് പോവും. അപ്പോൾ എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും, അത് നിങ്ങൾ കാണും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ബാക്ക് വരിക, നെക്സ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എന്തായാലും ചെയ്യണം. കാര്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് കൗണ്ട് ആവും കേട്ടോ. അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് ഗിവ് അവേയിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രി ഇങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഇന്ത്യ എന്തായാലും ഉണ്ടാവില്ല, അത് നോക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ത്യയിലുള്ളവരോടാണ് ഞാൻ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ല. ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട, ഏടുന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. ഇൻഷാല്ലാ നിങ്ങൾ എന്താ പറയുക ഡിസേർവിങ് ആയവർ തന്നെ വിന്നറാവുമെന്ന് വിചാരിക്കുന്ന കാര്യം. എപ്പോഴും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് തന്നെ എമൗണ്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വേണമെങ്കിൽ 4 ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ, ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ സംഭവം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല തീയിലെണ്ണ വെച്ചിട്ട് അധികം കളറ് ചേഞ്ച് ആവാണ്ട് പൊരിച്ച് കോരിയെടുക്കുക. പിന്നെ ഇത് പൊരിച്ച് കഴിഞ്ഞാലില്ലേ കുറച്ച് സമയം അങ്ങനെ തന്നെ ആ ഒരു നെറ്റിൽ തന്നെ വെക്കണം. കാര്യം നമ്മളിങ്ങനെ
ഞൊറിയെടുത്ത പോലെയല്ല എടുത്തത്, അതിൻ്റെ ഉള്ളിൽ ഓയിൽ കയറി നിൽക്കും. അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ പിടിച്ച് നിൽക്കണേ. പിന്നെ ട്രെൻഡിയോളിൽ ഇപ്പോൾ ഇല്ലേ, നവംബർ ആയതുകൊണ്ട് ഭയങ്കര സെയിലുള്ള ഞാൻ ഇപ്പോൾ പൊരിക്കാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിന്, പിന്നെ ഞാൻ നേരത്തെ ദോശ ചുടാനെടുത്ത പാനിന്, അതിനെല്ലാം ഭയങ്കര റേറ്റ് കുറവാണ്. എങ്കിൽ ഹസ്ബൻഡെല്ലാം ഗൾഫ് കൺട്രിയിലുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എന്നോട് എനിക്ക് ഇൻസ്റ്റയിൽ ഹസ്ബൻഡ്സ് എല്ലാം എന്നോട് ചോദിക്കും, എന്താ പറയുക, നാട്ടിലോട്ട് വാങ്ങിക്കൊണ്ടുപോകാനാണ്, നല്ല നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണോ എന്നെല്ലാം അങ്ങനെ മെസ്സേജ് ചെയ്യലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ കൂടുതൽ ആൾക്കാരും ട്രെൻഡോളിൽ നിന്നാണ് പാത്രങ്ങളെല്ലാം വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഗൾഫിൽ ആരോ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ബ്രദേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ കുത്തി വെച്ചില്ലേ ആ ഒരു ടൂത്ത് പിക്ക്, അതെന്തായാലും ഊരി മാറ്റാൻ വേണ്ടി നോക്കണേ, ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഡേഞ്ചർ ആയിരിക്കും. അത് മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം പൊട്ടിപ്പോകുമെന്ന് വിചാരിക്കും, ഒന്നിങ്ങനെ വലിച്ചാൽ മതി, വേഗം കിട്ടും കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ റിമൂവ് ആക്കുക. ഇനിയിപ്പോൾ ഇതിലൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചെറുനാരങ്ങ എന്തായാലും പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിന്. അരക്കപ്പ് പഞ്ചസാരക്ക് അരക്കപ്പിലും കുറച്ച് കുറവ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരേലക്ക വേണേൽ ടേസ്റ്റ് ഇട്ടോ, അല്ലെങ്കിൽ സാഫ്രൻ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവില്ലേ അതുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടാം. ഇനി ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നേരെ പകുതി, കുഞ്ഞ് ചെറുനാരങ്ങ ആണെങ്കിൽ ഒന്ന് മൊത്തം പിഴിഞ്ഞെടുത്തു കേട്ടോ. ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് വേണം, എന്നാലാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഒരു 1 മിനിറ്റ് തിളച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ സംഭവം ഇല്ലേ, അത് ഒന്ന് കുറച്ച് നട്ട്സിലെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് പിസ്തയാണ് എടുത്തിന്. ഇങ്ങനത്തെ പിസ്ത കിട്ടൂലേ സ്ലൈസ്ഡ്, ഇത് കുറച്ച് കളറെല്ലാം ആഡ് ചെയ്ത് വരുന്ന പിസ്തയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ സ്വീറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതന്നെ എടുത്താലേ അതിൻ്റെ ഒരു രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതന്നെ എടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ചോക്ലേറ്റ് എടുത്താൽ മതി. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോക്ലേറ്റ് സ്പ്രെഡ് ഒന്നുമില്ല, അതുകൊണ്ട് പിസ്താഷ്യോ സ്പ്രെഡിനും ഉള്ള ഏതെങ്കിലും നമ്മളെ ഡയറി മിൽക്ക് ചോക്ലേറ്റെല്ലാം ഇല്ലേ, അതെല്ലാം ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് പിസ്താഷ്യോ സ്പ്രെഡ് എടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ആദ്യം ഇതിൻ്റെ അറ്റത്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നട്ട്സ് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഗ്രീൻ കളറാകുമ്പോൾ ഭയങ്കര രസമാണ്. നട്ട്സ് വൈറ്റ് ആയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി കാണാൻ രസം വേണമെങ്കിൽ പിസ്ത എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് ഇതുണ്ടാക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് ശരിക്കും ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല ഒരു ബേബി ഷവർ പരിപാടിക്ക് പോകുമ്പോൾ ഇതേനും ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഭയങ്കര തിരക്കിലേനും ഉണ്ടാക്കിയിട്ടാ. അന്ന് എനിക്ക് വേറെ എന്തെല്ലോ പണി ഉണ്ടായിട്ട് ഞാൻ വേഗം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതേനു. അന്ന് എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് നല്ലോണം ഇഷ്ടമായിന്. നമുക്ക് പിന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ. പിന്നെ ഇന്നൂനും ആലൂനും എല്ലാം നല്ലോണം ഇഷ്ടമായിനു. പൊതുവേ നമുക്ക് സ്വീറ്റ്സ് ഒന്നും വലിയ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേങ്കിൽ ഇത് നമുക്ക് നല്ലോണം ഇഷ്ടമായിനു. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി ഇന്നും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടേനെ. ഓളിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടേനു, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. പക്ഷെ ഞാൻ അതിൻ്റെ ഷേപ്പ് ആക്കാനൊന്നും വിട്ടിട്ടില്ല, ചിലപ്പോൾ അത് കീറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേങ്കിൽ ആദ്യത്തെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് ഓളാണ് ഇത് ഡിപ്പ് ചെയ്തിട്ട് വെച്ചിന്. ഓൾക്ക് ഇങ്ങനത്തെയെല്ലാം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ, ചെയ്യാൻ പറയാൻ പറ്റുമോ? പക്ഷെ ഇപ്പം പ്ലേറ്റെല്ലാം കഴുകിത്തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ വലുതായാലും ഇങ്ങനെ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാനും ചെറുതിലെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. വലിയ ആൾ ചെയ്യുന്ന പണികൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പ് വരിക. അങ്ങനെ ഇത് മൊത്തത്തിൽ ഓളെ ചെയ്ത് വെച്ചാണ്. എന്താ പറയുക, അടിപൊളിയില്ല കാണാൻ, നല്ല രസമാണ് ഇത് കാണാൻ. നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനിൽ ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്ത് നല്ല ലുക്കിൽ സെർവ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ ഈ ട്രെയിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ, ഗിവ് അവേ ലിങ്കായിട്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾക്ക് മൈക്കെല്ലാം വെച്ച് കൊടുത്തതാണ്. അങ്ങനെ ഞാനും ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ചാക്കി വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വേഗം റെഡി ആയിട്ട് പോകണം. പിന്നെ എനിക്ക് ഭയങ്കര തിരക്കേനു കേട്ടോ, സമയം കുറച്ച് ലേറ്റായി പോയിനേനു.
പിന്നെ വേഗം ഇവരെ എല്ലാം റെഡിയാക്കി ഞാനും കുളിച്ച് ഫ്രഷായി വേഗം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രണ്ടാളും ഡാൻസിൻ്റെ കോസ്റ്റ്യൂം എല്ലാം തന്നെയാണ് ഇട്ടിട്ട്. പിന്നെ നമ്മളെ റൂമിൻ്റെ നേരെ താഴെയുള്ള ഗ്രോസറിയിലേക്ക് വന്നേനു. നമ്മളൊരു 3:30 മണിക്ക് പോകുന്നുണ്ടല്ലോ, പരിപാടി ചെയ്യാൻ എന്തായാലും 9 മണി കഴിയും. അപ്പോൾ അത്രയും സമയം എന്തെങ്കിലും ചോക്ലേറ്റ് എല്ലാം ഇവർക്ക് വേണ്ട വരുമല്ലേ, അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ പറയുക, മേക്കപ്പ് എല്ലാം ചെയ്തിരിക്കുന്ന സമയത്തും എല്ലാം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ് എല്ലാം വാങ്ങാൻ വേണ്ടി കയറിയതാണ്. പെണ്ണാ, അത് വേണോ? ഓക്കെ, വാങ്ങിക്കോ. ബൗണ്ടിയാ, അത് ടേസ്റ്റ് ഇല്ലാത്ത മിഠായിയാ. പെണ്ണ് വേണ്ട? ആ, പെണ്ണ് വാങ്ങിക്കോ. ഓക്കെ. ആലുവിനില്ലേ ചോക്ലേറ്റിനോടൊന്നും വലിയ താല്പര്യമില്ലേ, ഭയങ്കര പുളിയുള്ള ജെല്ലിയും കാൻഡിയും എല്ലാം ഉണ്ടാവില്ലേ, അങ്ങനത്തെ, പിന്നെ ബബിൾ ഗം, അങ്ങനത്തേനോടല്ല താല്പര്യം. പിന്നെ കുറേ കളറിലുള്ളതായിരിക്കും, എന്നാലും ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുട്ടിക്ക് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിക്കൊടുത്താലല്ലേ അവർക്ക് ബോറടി ഇല്ലാണ്ടിരിക്കാൻ പറ്റൂ, അതുകൊണ്ട് എന്തായാലും വാങ്ങിക്കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പം സമയം 3:15 പോകണമെന്ന് വിചാരിച്ചിരുന്നു, 3:30 ആയിപ്പോയി, കുറച്ച് ലേറ്റായി. പിന്നെ ഇക്ക വരുന്നില്ല കേട്ടോ. ഇക്ക എന്താ പറയുക, വൈകുന്നേരം ഇക്ക ഷോപ്പിൽ പോകാനുണ്ട്. പിന്നെ നേരത്തെ പോകേണ്ട ആവശ്യമില്ല, ഇതിപ്പോൾ കുട്ടികളെ മേക്കപ്പ് എല്ലാം ചെയ്യേണ്ടതുകൊണ്ടാണ് കുറച്ച് നേരത്തെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ. അപ്പം ഞാൻ ഇത്രയും കാലം ലൈസൻസ് എടുക്കാത്തതുകൊണ്ടില്ലേടാ, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ആവശ്യം വന്നാൽ വേഗം ഒന്ന് പുറത്ത് പോകാനോ, അല്ലെങ്കിൽ ഇക്കാക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ കുറേ സമയം വെയിറ്റ് എല്ലാം ചെയ്ത് നിൽക്കേണ്ടെല്ലാം വരലുണ്ട്. ഇക്കാക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ ലൈസൻസ് എല്ലാം എടുക്കേണ്ടേനോന്ന് ഇപ്പാന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ വീഡിയോയിൽ ഒമാനിൽ ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് അപ്ലൈ ചെയ്തിനെന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തിന് കേട്ടോ. എനിക്ക് വേഗം കിട്ടിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നമുക്ക് നാട്ടിലെല്ലാം ലൈസൻസ് ഉണ്ടെങ്കിൽ വേഗം കിട്ടും. നാട്ടിലത്രയും ആ ഒരു പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ ഡ്രൈവ് ചെയ്യാൻ, ഒരു വൺ സൈഡല്ലേ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയുക, കുറച്ച് മേക്കപ്പ് എല്ലാം ചെയ്യാൻ ടീച്ചേഴ്സിനെ ഹെൽപ്പെല്ലാം ചെയ്ത് കൊടുത്തത്. ഇതാണ് ആലുവിൻ്റെ ഇപ്പോഴത്തെ ടീച്ചർ കേട്ടോ. ഇന്നുവിൻ്റെയും സെയിം ടീച്ചർ തന്നെയായിരുന്നു, ക്രിസ്റ്റീന മാം. ഞാൻ മുന്നത്തെ വ്ളോഗിലെല്ലാം മാമിനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നുവിനെ ഫസ്റ്റ് സ്കൂളിലാക്കുന്ന വ്ളോഗിലെല്ലാം. സെയിം ഇപ്പോൾ ആലുവിനും KGയിൽ മാം തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഇന്നുവിൻ്റെ ക്ലാസ്സാണ്. എനിക്കില്ലേ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാം ഫ്രീ ആണെന്നും ചോദിച്ചു തരാം, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ എന്താ പറയുക, നമ്മളെല്ലാം ചെറുതിൽ സ്കൂളിൽ ഡാൻസ് കളിക്കുമ്പോൾ മേക്കപ്പ് ചെയ്യൂലേ, അന്നേരം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ ഫൗണ്ടേഷനിൽ ഇടാന്ന് പറയുമ്പോൾ. നമ്മൾ ചെറുതിലെല്ലാം 3-ലും 4-ലും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഇതുവരെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസിലിടാന്നെല്ലാം പറയും, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളില്ലേ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യല്ലേ എന്നിങ്ങനെ പറയലേനും. പണ്ടെല്ലാം നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. പക്ഷെ ഇപ്പം കുറച്ച് ചെയ്താൽ മതി, ഓവറാക്കണ്ട, അങ്ങനെ ആക്കണ്ട, ഇങ്ങനെ ആക്കണ്ട എന്നല്ലേനു പറയുന്നത്. പക്ഷേങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ അവരെ ദൂരേന്ന് സ്റ്റേജിൻ്റെ മേലേന്ന് കാണുമ്പോൾ എല്ലാവരെയും നല്ല വൃത്തിയിൽ ഒരേപോലെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് മേക്കപ്പെല്ലാം ചെയ്യണ്ടേ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ ചെയ്തൊരു കോലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ രസമുണ്ടായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് പിന്നെ എന്താ പറയുക, നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ പുറത്ത് സ്റ്റാളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ 2 അമ്മായിമാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും കുട്ടികൾ സെയിം സ്കൂളിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് പിന്നെ ഇവിടെ കുറേ ദിവസത്തെ പരിപാടിയൊന്നുമില്ല, ഒരു ദിവസത്തെ പരിപാടിയായിട്ട് ഉണ്ടാവും. നാട്ടിലെല്ലാം സ്കൂളിൽ കുറേ ദിവസത്തെ പ്രോഗ്രാമെല്ലാം ഉണ്ടാവില്ലേ, പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ ഒരു ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ടായി. പിന്നെ ഗസ്റ്റും എല്ലാം വന്ന് എല്ലാവരെയും ചെറിയ ചെറിയ സ്പീച്ചെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പ്രോഗ്രാം തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഇക്കാനെ കോളാക്കിയിട്ടുണ്ടായിരുന്നു, ഓക്കെ വന്നോ, അല്ലെങ്കിൽ ഡാൻസ് മിസ്സായി പോവില്ലേ. ഈ ഫസ്റ്റത്തെ പ്രോഗ്രാമെല്ലാം കഴിയുന്നതിന് കുറച്ച് മുന്നേ തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. പിന്നെ അപ്പോൾ
ഇന്നത്തെ വ്ളോഗിൽ ഞാനിത് എന്തെങ്കിലും കൊടുക്കാമെന്നിങ്ങനെ വിചാരിച്ചതാണ്. കാര്യം എനിക്ക് ഡാൻസിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എല്ലാ പാട്ടിനും കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പോർഷൻ മാത്രം ആഡ് ചെയ്തിട്ടുണ്ടേനെ. അങ്ങനെയൊക്കെ വന്ന് നമ്മളെ മക്കളെ ഡാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയല്ലേ അവർ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന കാണാൻ. Then let's not keep the audience waiting. Here they are dancing to Toka Toka. ഞാൻ ഈ വീഡിയോ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത് ചെറിയ ചെറിയ ഡാൻസിൻ്റെ പോർഷൻ പാട്ടെന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് സെയിം സോങ് തന്നെ വെച്ചിട്ട്, പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് വന്നത്. എന്നിട്ട് രണ്ടാമതും എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ പിന്നെയും പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ട് വേറൊരു സോങ് ഇട്ടിട്ട് ചെറിയ ചെറിയ പോർഷൻസ് കൊടുക്കാട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കേണ്ട. ഡീറ്റെയിൽസ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രെൻഡ്യോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഏതെങ്കിലും കൺട്രി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തോ. എന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 10 ലിങ്കും ഓപ്പൺ ചെയ്യുക. വേണമെങ്കിൽ എനിക്ക് 4 ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇൻഷാല്ല 4 ദിവസം കഴിഞ്ഞാൽ ഞാൻ അടുത്ത വ്ളോഗിൽ വിന്നറിനെ അനൗൺസ് ചെയ്യും. നിങ്ങൾ എന്തായാലും ആ വീഡിയോ കാണണം. ആരാ വിന്നർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല ബൈ.